നമ്മൾ ഒരാളുടെയും കൂടി കാര്യം പറയാതെ ഇവിടെ പോകാൻ സാധിക്കില്ല സർ. കാരണം എല്ലാവരോടും പറയാനുള്ള കാര്യം, നമുക്ക് നേരത്തെ സതീശൻ സാർ പറഞ്ഞ പോലെ റിട്ടൺ വേർഡാണ് ആദ്യത്തെ റെവല്യൂഷൻ. അത് കഴിഞ്ഞ് ആ റെവല്യൂഷൻ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് റേഡിയോ എന്ന് പറയുന്ന മീഡിയം ഉപയോഗിച്ചു. ആ റേഡിയോയിൽ നിന്നും ടെലിവിഷനിലേക്ക് വന്നു. ടെലിവിഷനിൽ സ്വകാര്യ ടെലിവിഷനുകളിലെ ഏറ്റവും വലിയ ടെലിവിഷനുകളിലേക്ക് കൊണ്ടുവന്നു. സ്വന്തം ബ്രാൻഡ് ഉണ്ടാക്കി. ആ ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് അതിന് ഡിജിറ്റൽ സ്പേസിൽ ഏറ്റവും വലിയ വളർച്ച കൊടുത്ത ഒരു വ്യക്തി. ആ പേര് പറയുമ്പോൾ ആ ചുരുക്കപ്പേരാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ പറയുക. പക്ഷേ നമുക്കെല്ലാവർക്കും അദ്ദേഹം ശ്രീകണ്ഠൻ നായരാണ്. SKN ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി അമൃത TV ആദരിക്കുന്നു SKNനെ. വീഡിയോ പ്ലീസ്. ശ്രീകണ്ഠൻ നായർ 1984 റേഡിയോയിലെ ശ്രോതാക്കളുടെ ഒരു നിമിഷം കവർന്ന തുടക്കം. നമ്മളിലുള്ള നേരും നർമ്മവും അവ തമ്മിലുള്ള പോർവിളിയും ചേർന്ന നമ്മൾ തമ്മിലിലൂടെ ടെലിവിഷനിലെ പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടിയ ടെലിവിഷൻ സ്റ്റാർ. കാര്യവും കോമഡിയും കളിതമാശകളും കലക്കൻ കളറോടെ കട്ടയ്ക്ക് ചേർത്തുള്ള അവതരണ മികവിൽ കേരളീയരുടെ കരളിൽ കുടിയേറിയ കൊട്ടാരക്കരക്കാരൻ. ഗുഡ് ബൈ എന്ന ഒറ്റ എൻഡ് പഞ്ചിലൂടെ സ്വന്തമായൊരു ശൈലി രൂപപ്പെടുത്തിയ അവതാരകൻ. ശ്രീകണ്ഠൻ നായർ ഷോ എന്ന പ്രോഗ്രാം തുടർച്ചയായി 6 മണിക്കൂർ അവതരിപ്പിച്ചതിനുള്ള ഗിന്നസ് റെക്കോർഡ്. രാജതന്ത്രം എന്ന മലയാള സിനിമയുടെ തിരക്കഥാകൃത്ത് ശ്രീകണ്ഠൻ നായരെ കുറിച്ചുള്ള വിശേഷണങ്ങൾ ഏറെയാണ്. മലയാളി പ്രേക്ഷകരുടെ വൈവിധ്യമുള്ള ആസ്വാദനത്തിന്റെ മർമ്മമറിഞ്ഞ് മിനി സ്ക്രീനിലെ വാർത്താ വിനോദ ചാനലുകളിൽ ശ്രീകണ്ഠൻ നായർ നടത്തിയിട്ടുള്ള ട്രെൻഡിംഗ് പരീക്ഷണങ്ങൾ പിന്നീട് മറ്റ് മലയാള മാധ്യമങ്ങൾ പിന്തുടർന്നുവെന്നത് ചരിത്രം. എമ്മി അവാർഡ് ഇന്റർനാഷണൽ വിധികർത്താവായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അപൂർവം ഇന്ത്യൻ വ്യക്തിത്വങ്ങളിൽ ഒരാൾ. മലയാളികൾക്ക് ഫ്ലവേഴ്സ് TV, 24 എന്നീ മികച്ച ചാനലുകൾ സമ്മാനിച്ച പ്രതിഭ. കഴിഞ്ഞ 41 വർഷക്കാലമായി വ്യത്യസ്ത മാധ്യമങ്ങളിൽ അവതാരകനായും നിർമ്മാതാവായും സംവിധായകനായും സംരംഭകനായും പ്രവർത്തിച്ചുകൊണ്ട് മലയാള മാധ്യമ മേഖലയ്ക്ക് നൽകിയ നിസ്തുല സംഭാവനകൾക്ക് മലയാളികളുടെ SKNന് അമൃത TV ബഹുമാന പുരസ്കാരം സമ്മാനിക്കുന്നു. അമൃത TV ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2025. നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം നമ്മുടെ ബഹുമാനപ്പെട്ട SKNനെ. Sadijan sir, to do the honors of presenting the Lifetime Achievement Award. Amrita Television നൽകുന്ന Lifetime Achievement Award. The Executive Director കൃഷ്ണചന്ദ്രൻ sir പൊന്നാട അണിയിച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നു. And Sri Mahadev Iyer to present him with the cash check. പ്രിയപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ്, വേദിയിലുള്ള മറ്റുള്ളവരെ, സദസ്സിലുള്ള പ്രഗത്ഭരെ, ഈ സന്തോഷ് ജോർജ് കുളങ്ങര ഇങ്ങോട്ട് നടന്നു കയറുമ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ഇവർ പ്രഖ്യാപിച്ചു, നിങ്ങൾ ആ അക്കടി വീഴരുതെന്ന് പറഞ്ഞു. കാര്യം ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മൂലക്കിരുത്താനുള്ള ഏറ്റവും നല്ല പുരസ്കാരമാണ്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് ആദ്യം അദ്ദേഹത്തിന് കൊടുത്തപ്പം ഒരു രീതിയിൽ ഞാൻ സന്തോഷിച്ചു, ഒരു എതിരാളി ഇല്ലാതായല്ലെന്ന്. അപ്പോഴാണ് ആ ആയുധം എനിക്ക് നേരെയും വരുന്നു എന്ന് മനസ്സിലായത്. അപ്പോഴാണ് എനിക്ക് പറഞ്ഞാൽ കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയണം. ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് സന്തോഷ്, ഈ ഒരു അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറയുന്നതൊക്കെ ഇപ്പോഴത്തെ ഭാഷയിൽ വൈറലാകുന്നതുകൊണ്ട് വഴി ഇറങ്ങി നടക്കാൻ വയ്യ. ഈയിടെ കേരള വിഷനിൽ പോയി ഒരു പ്രസംഗം നടത്തിയിട്ട് വലിയ അപകടമായി. അപ്പോൾ അതുകൊണ്ട് ശേഷം വാവിട്ട വാക്ക് ഞാൻ വളരെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല, പിന്നീട് ഇപ്പം ഞാൻ ഇപ്പോൾ ശ്വേതാമേനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പേര് പറയാതെ പറഞ്ഞാലും ആൾക്കാർ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്ത് കളയാം. വലിയ അപകടമാണ്. ശ്വേതയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ വളരെ സന്തോഷം. നമുക്കൊരു പക്ഷേ ഈ ഒരു പുരസ്കാരം വാങ്ങാൻ വരണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നടക്കാതെ പോയൊരു സ്വപ്നത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. ഈ ഫ്ലവേഴ്സ് TV സംപ്രേഷണം തുടങ്ങുന്ന സമയത്ത്
എനിക്ക് തോന്നി ഈ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകാർ തമ്മിൽ എന്തിനാ ഇത്രയും ശത്രുത, ഉള്ളടക്കത്തിൽ മത്സരിച്ചാൽ പോരെ, അവർക്ക് കാണുമ്പോൾ സംസാരിക്കാനും പത്രത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ പോലെ വൈകിട്ടൊരു കോഫി കഴിക്കാനും ഒക്കെ ഒന്നിച്ചു കൂടിക്കൂടെ എന്നുള്ള സംഭവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫ്ലവേഴ്സ് TV അവാർഡ് പ്രഖ്യാപിച്ചു. അതിലൂടെ നമ്മൾ കുറേ ആൾക്കാരെ ആദരിക്കാൻ ശ്രമിച്ചു. കുറേ ചാനലുകാർ വന്നു, കുറച്ച് ചാനലുകാർ വന്നില്ല. പക്ഷേ ഈ ഒരു 10 കൊല്ലത്തിന് ശേഷം ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു പോയി. ഇപ്പോഴും ഈ ചാനലുകളിൽ തമ്മിലുള്ള മത്സരമോ കുടിപ്പകയോ കുന്നായ്മയൊന്നും കളയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അത് കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് പരസ്യ വരുമാനമൊക്കെ കുറഞ്ഞു തുടങ്ങിയപ്പം ശത്രുത കൂടിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് ചായ കുടിക്കുകയൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾക്ക് KTF എന്നൊരു സംഘടനയൊക്കെ ഉണ്ട്. സംഘടനയിലൊക്കെ പോയിരുന്ന് ചായ കുടിക്കുന്നതൊക്കെ ഉണ്ട്. എന്നാൽ പോലും ആ ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. കാരണം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒന്നിച്ച് ചായ കുടിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുള്ള ഒരു നാട്ടിൽ നമുക്ക് എന്തുകൊണ്ട് അതൊക്കെ കഴിയുന്നില്ല എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ അതിന് അമൃത TV നടത്തിയ ഒരു ചുവടുവയ്പ്പായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എന്തായാലും വളരെ നന്നായി. നമുക്കിപ്പോൾ ചാനലുകൾ ഏതായാലും പരിപാടി നന്നായാൽ മതി എന്ന് പറയുന്ന പുതിയ സൂത്രവാക്യം കൊണ്ട് ആളുകൾ പരസ്പരം ബഹുമാനിക്കട്ടെ, പരസ്പരം ആദരിക്കട്ടെ എന്നാണ് അമൃത TVക്ക് പ്രത്യേകിച്ചും. ഞാനിപ്പോഴും കേരളത്തിലെ എല്ലാ TV ചാനലുകളെക്കുറിച്ചും ടെലിവിഷനിൽ പറയുന്ന ഏക വാർത്താ മാധ്യമം 24 ആണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. കാരണം നമ്മൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ പേര് സ്വകാര്യം എന്ന് പറയുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരാളിൻ്റെ പേര് പറയേണ്ടി വരികയാണെങ്കിൽ അയാളുടെ പേരൊഴിച്ചെല്ലാം പറയും. അതേസമയം ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പോൾ എൻ്റെ പേര് തന്നെ ഒരു സ്ഥലത്ത് ഒരു വേറൊരു ചാനലിൽ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ പറയാതിരിക്കും. എന്നാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായർ അന്തരിച്ചു, ഒരു യുഗം അവസാനിച്ചു, ഒരു യുഗമൊക്കെ വെറുതെ അങ്ങ് ഉപയോഗിക്കും. അപ്പോൾ അന്ന് പറയാൻ വെച്ച കാര്യങ്ങളിൽ ഒരു 100-1 ഇന്ന് പറഞ്ഞാൽ സന്തോഷ് ജോർജ് കുളങ്ങര ലോകമൊക്കെ കണ്ട മനുഷ്യനാണ്. അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നൊരു കാര്യം, കേരളം പോലും പൂർണ്ണമായിട്ട് കണ്ടില്ല, ഇനിയാണ് നമ്മൾ ലോകം മൊത്തം കാണുന്നതെന്ന് ആലോചിക്കും. അപ്പോൾ മാത്രമല്ല എനിക്ക് പിന്നാലെ വരുന്ന 1-2 പേർക്ക് കുളങ്ങരയായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ വക്കീലൊരു കാര്യം പറയും. ഓക്കെ, തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സന്തോഷം. അപ്പോൾ എന്തായാലും ജി അങ്ങയുടെ പുരസ്കാരം തന്നതിന് അങ്ങേക്ക് നന്ദി, എല്ലാവർക്കും നന്ദി. ശരത്ത് ഒരു വിഷമിച്ച് നിൽക്കുന്നത്? അവാർഡ് കിട്ടിയല്ലോ എന്നുള്ള വിഷമം. അല്ല, ഇങ്ങനൊരു പാതകം ചെയ്യണമായിരുന്നു എന്നുള്ളതല്ലേ? എൻ്റെ കുറേ സന്തോഷം. ഇത് ഞാൻ പറയേണ്ട കാര്യമല്ല. ഈ ടെലിവിഷൻ മാധ്യമത്തിൽ വരാൻ കാരണം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ അണ്ണാച്ചിയാണ്. അപ്പോൾ എനിക്കൊരു കാര്യമേ അങ്ങോട്ട് പറയാനുള്ളൂ, അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഐ ലവ് യു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ശ്വേതാ മേനൻ എന്ന വ്യക്തി മലയാളികളെ കാണിച്ചു കൊടുത്തത്, അല്ലാതെ ഈ ഒരു വ്യക്തിൻ്റെ ഈ ഭാഗവും ഉണ്ട് എന്ന് ശ്രീയേട്ടനാണ്. വൈറലാവണ കാലമാണ് കറക്റ്റായിട്ട് വ്യക്തമായിട്ട്. അല്ല എന്ത് ഇതിന് വൈറലാവാൻ ഞാൻ റെഡിയാണ്. അതെ, എനിക്ക് ഭയങ്കര ഐ എം സോ പ്രൗഡ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് തന്ന ഒരു വെഡ്ഡിങ് ഗിഫ്റ്റ് ആയിട്ടാണ് എനിക്കൊരു റിയാലിറ്റി ഷോ തന്നത്. അത് 3-4 സീസൺ നമ്മൾ ചെയ്തത് ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് വിഷനറി. മൂപ്പർക്ക് അറിയാം എൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ, മിക്ക ഹിന്ദിയും ഇംഗ്ലീഷ് എല്ലാം ആണ് വരിക. പക്ഷേ ഹീ സെഡ് അതാണ് നമ്മുടെ മലയാളികൾക്ക് അറിയേണ്ടത്, ഇതാണ് ഫ്യൂച്ചർ ജനറേഷൻ. അങ്ങനെയാണ് ശ്രീയേട്ടൻ എന്നെ ഈ മലയാളികളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ശ്വേത എനിക്ക് തിരിച്ച് ഒരു സമ്മാനം തരികയും ചെയ്തു. വലിയ അപകടമായിപ്പോയി. മഴവിൽ മനോരമയിലെ ലൈവ് പരിപാടിയിൽ എനിക്കൊന്ന് ശ്വേത ആരെയോ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു എന്നുള്ള കാര്യം ചർച്ച ചെയ്യായിരുന്നു. അത് സ്നേഹം കൊണ്ട് ശ്വേത മിഥുൻ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. അപ്പോൾ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പം അപ്പം ഞാൻ ഒരു കോമഡി ഇരിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ അറിയാതെ പറഞ്ഞു, നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, നമുക്കെന്താ കുഴപ്പം, ചാടി വന്ന് കെട്ടിപ്പിടിച്ച് ലൈവല്ലേ, എനിക്ക് വല്ലതും പറയാൻ പറ്റും, എന്നിട്ട് വിടുന്നില്ല. ഞാൻ പറഞ്ഞു ലൈവ് പോവാണ്, ലൈവ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ ഞാൻ കുറേ പാടുപെട്ടു. താങ്ക് യു. സന്തോഷം ശ്വേത, താങ്ക് യു. ഞാൻ തമാശ പറഞ്ഞ വളരെ സ്നേഹസമ്പന്നയാണ് ശ്വേത. ഓക്കെ, താങ്ക് യു. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടി മനസ്സറിന് ഒരു വലിയ കൈയ്യടി അദ്ദേഹത്തിന്. താങ്ക് യു സർ, താങ്ക് യു. എല്ലാവരും താങ്ക് യു.